മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സമരം നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക കൈമാറാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. സമരം തുടരാനാണ് KGMCTയുടെ തീരുമാനം. ഫെബ്രുവരി 16 മുതലാണ് KGMCTയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല OP ബഹിഷ്കരണം ആരംഭിച്ചത്. സമരം തുടങ്ങി 4ാമത്തെ ദിവസം പ്രതിഷേധത്തെ നേരിടാൻ കടുത്ത നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള ഉത്തരവ് പ്രകാരം പണിമുടക്കിൽ പങ്കെടുക്കുന്നവർക്ക് ഡയസ് നോൺ നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ ചിലർ പഞ്ച് ചെയ്തതിനു ശേഷം പണിമുടക്കിൽ പങ്കെടുത്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക ഉടൻ നൽകണമെന്നുമാണ് ജില്ലാ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അഡീഷണൽ സെക്രട്ടറി നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ അടിയന്തരമായുള്ള ശസ്ത്രക്രിയകൾ ചെയ്യുന്നുണ്ടെന്നും പഞ്ച് ചെയ്തില്ലെങ്കിൽ പിന്നീട് പ്രശ്നമുണ്ടായാൽ ബുദ്ധിമുട്ടാകുമെന്നും അതിനാലാണ് ഹാജർ രേഖപ്പെടുത്തുന്നതെന്നും ഡോക്ടർമാർ. വാർഡിലുള്ള രോഗികളെ ചികിത്സിക്കുക, അടിയന്തര ചികിത്സ, ICU ചികിത്സ ഇതെല്ലാം തുടരുകയാണ്. പഞ്ച് ചെയ്യാതെ ചികിത്സിച്ചാലുള്ള പ്രശ്നം ഭാവിയിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇല്ലാതിരുന്ന അവിടെ ആൾ ചികിത്സിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിന്ന് വരും. പേടിപ്പിച്ചുകൊണ്ട് സമരത്തെ നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത്തരം നടപടികളിലൊന്നും പേടിയില്ലെന്നും നേടിയെടുക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുവരെ സമരം ശക്തമായി തുടരുമെന്നും KGMCT ഭാരവാഹികൾ പറഞ്ഞു. അനുകൂല നടപടി ഉണ്ടാകാത്ത പക്ഷം ഫെബ്രുവരി 26 മുതൽ പരീക്ഷാ ജോലികളിൽ നിന്ന് മാറി നിൽക്കാനാണ് സംഘടനയുടെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.